നെഞ്ചോട് ചേർത്തെന്നമ്മ കാതിൽ ഓതിയ നാമം മറിയം ആദ്യമായി എന്നെ നെഞ്ചോട് ചേർത്തെന്നമ്മ കാതിൽ ഓതിയ നാമം മറിയം. സ്നേഹമുള്ളവരെ, നാം ഒക്ടോബർ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ മാസത്തിൽ നാം ഏറെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പങ്കുവെക്കുന്നതും പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ജപമാലയിലൂടെ നമ്മുടെ കൈകൾ കടന്നു പോകുമ്പോൾ അമ്മയുടെ ജീവിത രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിസീവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്: പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയേക്കാൾ ഏറെ ഭാഗ്യവതിയാണ്. കാരണം എനിക്ക് സ്വന്തമായി അമ്മയെപ്പോലെ ഒരമ്മയുണ്ടല്ലോ എന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മ. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയോളമാവില്ല എന്നൊരു ചൊല്ല് മലയാളികൾക്കിടയിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ കാര്യവും ഇതുതന്നെയാണ്. ഒരു കുഞ്ഞിൻ്റെ ആവശ്യം എന്താണെന്നറിയാൻ അമ്മയേക്കാൾ കഴിവുള്ള മറ്റൊരാളെയും നമുക്ക് കണ്ടെത്താനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴും സംസാരിക്കാൻ ശേഷി കിട്ടുന്നതിന് മുൻപ് വരെ അമ്മയാണ് ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ലോകം. കുഞ്ഞ് കരയുമ്പോഴും ചിരിക്കുമ്പോഴും എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എന്താണ് കുഞ്ഞിൻ്റെ ആവശ്യമെന്നും ഏറ്റവും കൂടുതൽ അറിയുന്നത് ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ അമ്മമാർ നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം: അമ്മേ, വിശുദ്ധിയുടെ സുഗന്ധ തൈലം കൊണ്ട് എന്നെ ഓരോ നിമിഷവും അഭിഷേകം ചെയ്യണമേ എന്ന്. അമ്മയെ നമുക്ക് പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, അമ്മയ്ക്ക് സ്വസ്തി. കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഈ സുഹൃത ജപം നമുക്ക് മനഃപ്പാടമാക്കാം. പരിശുദ്ധ അമ്മേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുക്കുമാരൻ്റെ തൃക്കണ്ണുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂങ്കാവനമാക്കി തീർക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ജപമാല മാസത്തിലൂടെ നമുക്ക് കടന്നു പോകാം. നന്ദി. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വെച്ചു അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഭക്തിയാൽ അലിഞ്ഞു നിൽക്കും അമ്മ എന്ന സ്നേഹതീർത്ഥം. ക്ലേശത്തിലും ശാന്തയായി മാതാവേ നിന്നെ വണങ്ങും. ഭക്തിയാൽ അലിഞ്ഞു നിൽക്കും അമ്മ എന്ന സ്നേഹതീർത്ഥം. ക്ലേശത്തിലും ശാന്തയായി മാതാവേ നിന്നെ വണങ്ങും. അമ്മയെല്ലാം കണ്ടിടുന്നു മാതാവേ നിൻ ദിവ്യരൂപം. മക്കൾക്കെല്ലാം ഒന്നുപോലെ ഇടം നൽകും മാനസം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം.